എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല. എനിക്കായി മരിച്ചതിനാൽ ഞാനിന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനിന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ, അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തെ സർവൈവ് ചെയ്യാൻ ഇന്ന് എന്തെങ്കിലും തന്നത് കൊണ്ടല്ല. നമുക്ക് വേണ്ടി 2025 വർഷങ്ങൾക്ക് മുൻപേ യേശു കാൽവരി കൊലക്കളത്തിൽ, ഹല്ലേലൂയ, തൻ്റെ ശരീരത്തിൽ ആ മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ക്രൂശിൽ കയറി, എത്രയോളം വേദനയോടെ കയറിയത്. ഒരു രക്തം ചിന്താതെ വിടുതലില്ല. യേശു രക്തം ചിന്തി ആ കാൽവരി കൊലക്കളത്തിൽ ദുഷ്ടന്മാരാൽ കൊല്ലപ്പെട്ടു. ഹല്ലേലൂയ. എങ്കിലും അവൻ നമ്മൾക്ക് വേണ്ടി ജീവനോടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കർത്താവിന് നന്ദി പറയേണ്ട. ഹല്ലേലൂയ. സ്നേഹിതന് വേണ്ടി ആരെങ്കിലും സ്വന്തം ജീവൻ അർപ്പിക്കുമോ? ഹല്ലേലൂയ. വേണമെങ്കിൽ ചെയ്യുമായിരിക്കും, പക്ഷെ ഇവിടെ സ്നേഹിതനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ, ആ യേശു നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. ആ കർത്താവിനെ എന്നും നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുണ്ടോ? അതൊന്നും ഓർത്ത് ഭാരപ്പെടരുത്. കാരണം ഹല്ലേലൂയ, ഇതിനേക്കാൾ വലുതാ കാൽവരി കൊലക്കളത്തിൽ കർത്താവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് ചെറിയ കാര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ അവിശ്വസ്തരായിട്ട് പോയാലും കർത്താവിന്റെ ആ പഴയ ആ സ്നേഹം ഓർക്കുമ്പോൾ, നമ്മളെ വീണ്ടെടുത്ത സ്നേഹം ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നും ആ കാൽവരിയെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയുമ്പോൾ ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ ആ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ യേശു തന്റെ മരണത്താൽ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്സിനെ തന്റെ ഉയർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചെങ്കിൽ ഹല്ലേലൂയ നമ്മൾ നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനെ നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കാം. ഹല്ലേലൂയ. കർത്താവേ നന്ദി, നീ എന്നെ വീണ്ടെടുത്തതിനായി നന്ദി എന്ന് പറ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് കർത്താവിന് നന്ദി പറഞ്ഞു നോക്കി. ഹല്ലേലൂയ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ച് ഹല്ലേലൂയ ഇതോടുകൂടി സകലതും ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. നമ്മൾ ആ യേശുവിനെ ഒന്ന് പിന്തുടർന്നാൽ മതി, ആ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.